ഇവിടെ ആയിരക്കണക്കിന് ആണികൾ നിറച്ച് നിർമ്മിച്ച ഒരു ബോംബ് പാഴ്സലാക്കി ഇയാൾ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് അയച്ചു. അത് വിലപിടിപ്പുള്ള ലോഹമാണെന്ന് കരുതിയ ജീവനക്കാർ യാതൊരു പരിശോധനയുമില്ലാതെ അത് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. പാഴ്സൽ തുറന്ന ഉടൻ തന്നെ സ്ഫോടനമുണ്ടാവുകയും 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രതിയെ ഉടൻ പിടികൂടിയെങ്കിലും സമാനമായ മറ്റൊരു പാഴ്സൽ കൂടി അയച്ചിട്ടുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തിയത് പോലീസിനെ ആശങ്കയിലാക്കി. രണ്ടാമത്തെ പാഴ്സൽ മറ്റൊരു വീട്ടിലെത്തിയിരുന്നു. വീട്ടമ്മ ബാത്റൂമിൽ പോയ സമയം നോക്കി മകൻ അത് തുറക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഫോൺ സൈലന്റ് ആയതിനാൽ വീട്ടമ്മയെ ബന്ധപ്പെടാൻ കഴിയാതെ പോയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ക്യാപ്റ്റൻ ജിമ്മിയും സംഘവും അതിവേഗം വീട്ടിൽ കടന്നുകയറി മകനെ തടഞ്ഞു. ബോംബ് പൊട്ടാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെ ജിമ്മി ആൺകുട്ടിയെ മാറ്റി നിർത്തി. ശേഷം വീട്ടുകാരെ പിൻവാതിലിലൂടെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഒരു റോബോട്ട് വാഹനം ഉപയോഗിച്ച് പാഴ്സൽ ഏറ്റെടുത്ത ജിമ്മി അതൊരു ബ്ലാസ്റ്റ് പ്രൂഫ് ചേംബറിലേക്ക് മാറ്റി. കൃത്യസമയത്ത് ചേംബറിന്റെ വാതിൽ അടച്ചതുകൊണ്ട് വലിയൊരു സ്ഫോടനം ഒഴിവാക്കാനായി. പാഴ്സലുകൾ അയച്ച നിഗൂഢ വ്യക്തിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടർന്നു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ഈ ഭീകരകൃത്യത്തിന് പിന്നിലുള്ളവരെ പിടികൂടുക എന്ന വലിയ വെല്ലുവിളി സ്വാറ്റ് സംഘത്തിന് മുന്നിൽ ഇനിയുമുണ്ടായിരുന്നു.